അപ്പൊ അതിനോട് നോട്ടീസും തന്നില്ലേ? ഇല്ല, അവിടെ നോട്ടീസ് തന്നിട്ടില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു വന്നു. പിന്നെയാണ് പോലീസുകാരെ വിളിക്കുന്നത് പറയാം. പിന്നെ പോലീസ് വിളിച്ചു മഞ്ചേരി കോർട്ടിൽ ഹാജരാണെന്ന് പറഞ്ഞു. അവിടെ ഹാജരാണെന്ന് സ്റ്റാർട്ടിങ് 1 വീക്ക് ഹാജരാൻ പറഞ്ഞു. പക്ഷെ അപ്പൊ ഹാജരാൻ പറ്റില്ല. അടുത്ത ആഴ്ചയാണ് ഹാജരായത്. ആദ്യത്തെ ആഴ്ച അപ്പൊ സമൻസ് ഒന്നുമില്ല? സമൻസ് ഒന്നുമില്ല, വിളിച്ചത് മാത്രം. അപ്പൊ പിന്നെ എന്ത് പറഞ്ഞിട്ട് നിങ്ങൾ കോടതി പോവാ? അവിടെ പോയിട്ട് ആളെ വിളിക്കണം. ഒരാൾ നമ്പർ വന്നു, വേറെ പോലീസുകാരുടെ നമ്പർ. ഇന്ന ഡേറ്റിൽ നിങ്ങൾ മഞ്ചേരി കോടതിയിൽ വന്നിട്ട് അവിടെ കോടതിയിൽ എത്തുമ്പോൾ നിങ്ങൾ വിളിക്കുന്നത് അവിടെ വിളിച്ചാൽ മതി. അപ്പൊ ആദ്യത്തെ ആഴ്ച നിങ്ങൾ പോകാൻ കഴിഞ്ഞില്ല. പിന്നെ രണ്ടാമത്തെ ആഴ്ച പോലീസുകാരെ വിളിച്ചാൽ നിങ്ങൾ അങ്ങോട്ട് വിളിച്ചോ? പോലീസുകാരെ വിളിച്ചല്ല, അങ്ങോട്ട് വിളിച്ചു. അടുത്ത ആഴ്ച ഡേറ്റ് വരാൻ. എന്നിട്ട് രണ്ടാമത്തെ ആഴ്ച പോയി. മഞ്ചേരി കോടതി സ്റ്റാൻഡിലെ കോടതി അവിടെ പോയി പോലീസുകാരെ വിളിച്ചു. ഞാൻ മോള് വെയിറ്റ് ചെയ്ത് പോലീസുകാർ മേലോട്ട് വന്നു. കോടതി മേലെ കോടതി മോളാണ് പറഞ്ഞു. അവിടെ ഇരിക്കുക വന്നു. അത് വിളിക്കുമ്പോ ഉള്ളോട് കയറി അങ്ങനെ ഉള്ളിന്ന് പിന്നെ വിളി വന്നു. എന്റെ പേര് വിളിച്ചു, നിഷാദുള്ള പേര് വിളിച്ച് ഞാൻ ഉള്ളോട്ട് പോയി. കോടതിയിൽ പേര് വിളിച്ചു. കോടതി രാത്രി കയറി. അപ്പൊ കൂടെ പോലീസുകാരും വന്നു. അപ്പൊ അത് കാര്യങ്ങൾ ചോദിച്ചു. പിന്നെ ഈ സ്വർണ്ണം നിന്റെതാണോ പുറത്ത് നിർത്താണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു സ്വർണ്ണം കാണിച്ചെന്നോ? ആ സ്വർണ്ണം കാണിച്ചു. അതെങ്ങനെ? അപ്പൊ കാണിച്ചു തന്നിട്ടില്ല, ഒന്നും കാണിച്ചു തന്നിട്ടില്ല. സ്വർണ്ണത്തിന്റെ കാര്യം മാത്രം ചോദിച്ചു. പേപ്പർ സ്വർണ്ണം കൊടുത്തിരുന്നു വെച്ചു. ഉണ്ടായിരുന്നു ചോദിച്ചു. അത് ചോദിച്ചു. പിന്നെ പുറത്തെ കൈമാറി കസ്റ്റഡിയിലേക്കോ കൈമാറാമെന്നൊന്നും പറഞ്ഞു. കൈമാറണമെന്ന് പറഞ്ഞു. ഓക്കെ പറഞ്ഞു. പരാതിയൊന്നും ഇല്ലാതെ ചോദിച്ചു. പരാതിയൊന്നും ഇല്ലാതെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പോന്നപ്പോഴാണ് ഇനി ഞാൻ മഞ്ചേരി ഇനിയൊരു മാസം കഴിഞ്ഞു. എത്ര മാസമായിട്ടുണ്ടാവും ഈ കോടതി? പ്രവേശം എത്രയായിട്ടുണ്ടാവും? നിങ്ങൾ മെയിലാണ് വന്നത്? മെയ്, ജൂൺ, ജൂലൈ 2 മാസം. 2 മാസം ഇതൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാൻ പിന്നെ കസ്റ്റംസിൽ പോകുന്നത്. പോയി പാസ്പോർട്ടിന്റെ അറിയാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ പിന്നെ കസ്റ്റംസ് തന്നെ പോലീസ് ഓഫീസർ പോകാറുണ്ട്. ക്യാമ്പിലും പെട്ടത്. അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരോട് കുറെ കാര്യങ്ങൾ ചോദിച്ചു. അങ്ങനെ കൊണ്ടുപോകുന്നത് ആരെ മുഖേനാണ് ഇതിനോട് ചോദിച്ചു. എല്ലാം പറഞ്ഞു കൊടുത്ത് ലാസ്റ്റ് നമ്മളോട് കുറയ്ക്കുന്നുണ്ട്, ഫൈനായിട്ട് കുറയ്ക്കാണ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. വന്നാൽ മതി, നമ്മളോട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാന്നൊക്കെ പറഞ്ഞു. എന്തേലും കസ്റ്റംസിന്റെ പേപ്പർ തന്നു. കസ്റ്റംസിന്റെ പേപ്പർ തന്നില്ല, അവിടെ തന്നിരുന്നു. പോലീസ് തന്നിരുന്നു. പേപ്പർ തന്നിട്ടുണ്ട്. കാണിക്കാൻ പറഞ്ഞു അവിടെ. അവിടെ വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാണ്. 520 കാണിച്ചിട്ടുള്ളൂ. 520 അടുത്ത് എന്തോ കാണിച്ചിട്ടുള്ളൂ. കസ്റ്റംസിൽ അതായത് പോലീസ് കൊടുത്ത സ്വർണം കസ്റ്റംസ് തന്നെ നോട്ടീസിൽ 526 ഗ്രാമാണ് അല്ലേ? അപ്പൊ നിങ്ങൾ കൊണ്ടുവന്ന എത്ര ഗ്രാമാണ്? 300 അപ്പൊ 526 ഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 526 274 ഗ്രാമോ കമ്മിയുണ്ട്. അപ്പൊ 274 ഗ്രാം പോലീസ് കൊടുത്തിട്ടില്ല. ഈ കടലാസിന് കഥ മനസ്സിലാണ്. അല്ല, നിങ്ങൾ 900 300 300 കൊടുത്തു. പോലീസ് കസ്റ്റംസ് തന്ന പേപ്പറിൽ 526 ഗ്രാമാണ്. ഈ പറഞ്ഞ ഏകദേശം 220 ഗ്രാം കമ്മിയുണ്ട്. എന്നിട്ട് പിന്നെന്തായി? പാസ്പോർട്ട് എടുത്തിട്ടില്ല. അപ്പൊ ഇതിന് 30,000 വേണം. അതാണ് പ്രശ്നം. അപ്പോ പിന്നെ അതിനുശേഷം ഈ ഫസ്റ്റിൽ ഇത് കഴിഞ്ഞതിന് ശേഷം പോലീസ് ഒന്ന് ബുദ്ധിമുട്ടിക്കാൻ അങ്ങനത്തെ ഒന്നും വന്നിട്ടുണ്ട്. ഇതാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. ഞാനിപ്പോ ഈ ടിവിയിലും ബാക്കിയിലും പത്രക്കാരും പറയുന്ന കാര്യം അത് സത്യമാണ്. നിങ്ങളുടെ അനുഭവത്തിൽ സത്യം അല്ലേ? ഇതിപ്പോ എവിടെയെങ്കിലും പറയില്ലേ? നീ പറഞ്ഞ കാര്യമൊക്കെ സത്യല്ലേ? അല്ല മോളെ, ഫാക്ട് അല്ലേ പറഞ്ഞു? മോളെ ഇതുവരെ പഠിച്ചു? ഡിഗ്രി കഴിഞ്ഞു. ഇപ്പൊ എന്താ ചെയ്യണ? ട്രാവൽസിൽ വർക്ക് ചെയ്യാം. എന്താ പഠിച്ചത്? ഈ സംഗതികളൊക്കെ മോക്ക് അറിയാലോ. ഞാനെന്തെങ്കിലും ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ പോലീസ് അന്വേഷണം ഒരു കൃത്യമായി നടക്കുന്നില്ല എന്നൊരു ധാരണയിലാണ്. നിങ്ങളൊക്കെ ഒന്ന് ബന്ധപ്പെടാൻ ഒരുപാട് പ്രശ്നങ്ങൾ. ഇതുപോലെ സ്വർണം കൊടുന്ന് തീരെ പോലീസ് റിപ്പോർട്ട് ചെയ്യാത്തതും
അവരാവശ്യത്തിനെടുത്ത് റിപ്പോർട്ട് ചെയ്ത കേസുകളുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേഷൻ വരുമ്പോൾ നിങ്ങൾ ഈ ഇതിന്റെ വസ്തുതകൾ സത്യസന്ധമായി പറയാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. അത്രേ ഉള്ളൂ. അതിനാണ് നിങ്ങളെ ഞാൻ ഇത്രയും എന്താ പറയാ പ്രയാസപ്പെട്ട. അപ്പൊ ഇനി ബാക്കി നിയമത്തിന് വഴിക്ക് പോട്ടെ. ശരി.